എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്നൊരു പുസ്തകമാണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പുസ്തകത്തിലെ 4ാമത്തെ ബ്ലോക്കാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. 4ാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എമർജൻസ് ഓഫ് നാഷണൽ കോൺഷ്യസ്നസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു ദേശീയത എന്നുള്ള വികാരത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർക്ക് 1857 ശേഷം 1857 ഉണ്ടായിട്ടുള്ള ശിപ്പായി ലഹള അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം നടന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ 1ാമത്തെ യൂണിറ്റ് നാഷണലിസം ആസ് എൻ ഐഡിയോളജി ആൻറ്റി കൊളോണിയൽ കണ്ടന്റ്. നാഷണലിസം എന്ന ഒരു അല്ലെങ്കിൽ ദേശീയത എന്നൊരു വികാരം, ഒരു ഐഡിയോളജിയുടെ ഒരു വാദം, ദേശീയവാദം എന്ന് പറയാം. നാഷണലിസം, ദേശീയവാദത്തിൻ്റെ ഒക്കെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ബ്ലോക്ക് 4 1ാമത്തെ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലൊരു ദേശീയ നാഷണലിസം എന്നുള്ളൊരു ആശയത്തിന്, ദേശീയത എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള മൂവ്മെൻറ്റ്സ്, ഒരുപാട് മുന്നേറ്റങ്ങൾ, പോരാട്ടങ്ങൾ ഉണ്ടാവാൻ കാരണമായത്? 19th സെഞ്ച്വറിയിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ പദ്ധതി ഉൾപ്പെടെ 1857 തോൽവി ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കൊളോണിയലിസത്തിനെതിരെ, കോളനിവൽക്കരണത്തിനെതിരെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നേറണം എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകാം. എന്തൊക്കെയാണ് കോസസ്, കാരണങ്ങൾ എന്താണ് ഇന്ത്യയിലെ ദേശീയവാദത്തിൻ്റെയും അല്ലെങ്കിൽ ദേശീയ മുന്നേറ്റത്തിൻ്റെയും ദേശീയതയുടെയും കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോസസ് ഓഫ് ദി റൈസ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ കാരണം. ഒന്നാമതായിട്ട് നമുക്ക് പറയാം വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണെന്ന് പറയാം. പാശ്ചാത്യർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, മെക്കാളെ മിനിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, അതിവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്. മെക്കാളെ മിനിറ്റ്സും അതുപോലെ തന്നെ വുഡ്സ് ഡെസ്പാച്ച് തിയറിയും ഒക്കെ എന്തുണ്ടാവുകയാണ്, സാധാരണക്കാരുടെ ഇടയിലേക്ക് പോലും അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നേടുകയാണ്. ഈ വിദ്യാഭ്യാസം കൊണ്ട് ഇവര് പാശ്ചാത്യ ലോകത്തെ അറിയുകയാണ്, യൂറോപ്യൻ രാജ്യങ്ങളെ അറിയുകയാണ്. അപ്പോൾ നമുക്കറിയാം 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നൊരു കാലഘട്ടമായിരുന്നു. 1776 അതേപോലെ 1668 ബ്രിട്ടീഷ് റെവല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസം നേടിയതിൻ്റെ ഭാഗമായിട്ട് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന സമരങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യം, ജനാധിപത്യം, തുല്യത, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ഫ്രഞ്ചുകാരുടെ അന്നത്തെ മുദ്രാവാക്യമായിരുന്നു. 1789 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രഞ്ചുകാർ ഉയർത്തിപ്പിടിച്ചൊരു മുദ്രാവാക്യമായിരുന്നു അല്ലേ, ഫ്രെറ്റേണിറ്റി, ഈക്വാലിറ്റി, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി എന്നുള്ളത്. അപ്പോൾ ഈ മുദ്രാവാക്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാരുടെ ഉള്ളിലും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആശയം, ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം, തുല്യത എന്ന് പറയുന്ന ആശയം, സാഹോദര്യം എന്ന് പറയുന്ന ആശയമെല്ലാം വരികയാണ്. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടെ ലിബറൽ ആൻഡ് റാഡിക്കൽ തോട്ട്സ്, ലിബറൽ ആയിട്ടുള്ള ചിന്താഗതികൾ തുടക്കം വരികയായിരുന്നു. അങ്ങനെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഒരു കാരണമായിരുന്നു. ദെൻ വെർണാക്കുലർ ലാംഗ്വേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തദ്ദേശ ഭാഷകൾ. ഈ തദ്ദേശ ഭാഷകൾക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം ചിന്താഗതിയെ കുറച്ചും കൂടെ ഉയർത്തുകയാണ്. നമ്മുടെ ഭാഷയിലൂടെ ചിന്തിക്കാനുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാവുകയാണ്. അതും ഒരു സാമൂഹിക സ്ഥിതിക്ക് മാറ്റം കൊണ്ടുവന്നു. ദെൻ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്.
ഒരുപാട് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടൊരു കാലഘട്ടമായിരുന്നു. രാജാറാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി തുടങ്ങിയവരൊക്കെ, ദയാനന്ദ സരസ്വതി തുടങ്ങിയവരുടെയൊക്കെ ഒരുപാട് മുന്നേറ്റ പ്രവർത്തനങ്ങൾ, സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സിന്റെ ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ബ്രഹ്മസമാജ്, അതായത് നമ്മുടെ രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജ്, ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജ്, പിന്നെ പ്രാർത്ഥനാ സമാജ്, ജ്യോതിബ ഫൂലെയുടെ പ്രവർത്തനം, ഒരുപാട് ആൾക്കാരുടെ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ്, അത്തരത്തിലുള്ളൊരു ചിന്താഗതി, സതിക്കെതിരെ, സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ, വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ മരുമക്കത്തായ സമ്പ്രദായത്തിനെതിരെ, പിന്തുടർച്ച അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അത്തരത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നടന്നത് ഒരു വലിയ ഒരു മാറ്റമായിരുന്നു, കോസായിരുന്നു. ദെൻ എക്കണോമിക് പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയിൽ നമ്മുടെ സമ്പത്ത് ഒരുപാട് ഇവർ ചൂഷണം ചെയ്യുകയാണ് എന്ന തോന്നല്, അതുപോലെ തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളൊക്കെ ഇവർ വിദേശത്തേക്ക് കടത്തുന്നതും, വിദേശത്തുള്ള നിർമ്മിക്കുന്ന സാധനങ്ങൾ വളരെ ചീപ്പ് റേറ്റിൽ ഇവിടെ വിൽക്കുന്നതും, ഇന്ത്യൻ സാധനങ്ങളുടെ മേൽ അധികമായിട്ടുള്ള നികുതി ഈടാക്കുന്നത്, അങ്ങനെ ഇവർ നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങളോടുള്ള, സാമ്പത്തിക ചൂഷണങ്ങളോടുള്ള ഒരു പോരാട്ടം കൂടി അതിൻ്റെ ഭാഗമായിട്ടൊരു ദേശീയത ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ പൊളിറ്റിക്കൽ യൂണിറ്റി, ജനങ്ങളുടെ ഉള്ളിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് വന്നു. അതുവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറാത്ത എംപയർ, വിജയനഗര എംപയർ, ചോളന്മാര്, ചേരന്മാര്, മുഗൾ എംപയർ, അങ്ങനെ പല പല രാജ്യങ്ങളായിട്ട് തരംതിരിഞ്ഞു കിടക്കുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു, നാട്ടുരാജ്യങ്ങളായിരുന്നു അല്ലെ. അതിൽ നിന്ന് മാറി ഒരു ഏകീകൃത സ്വഭാവം, നമുക്കൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏകീകൃത സ്വഭാവം രൂപപ്പെട്ടു വന്നു എന്നുള്ളതൊരു കാര്യം. തോട്ട് ഓഫ് വൺനെസ് എന്ന് പറയാം, ഒന്നാണ് എന്ന ചിന്താഗതി. ദെൻ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ റെയിൽവേ സിസ്റ്റം കൊണ്ടുവന്നത്, ടെലഗ്രാം കൊണ്ടുവന്നത്, ടെലഗ്രാഫ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നതെങ്കിലും അതുകൊണ്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും മറ്റ് നാടുകളുടെ സ്ഥിതി മനസ്സിലാക്കാനും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു ബന്ധത്തിന് ഇത് കാരണമായി. അതുകൊണ്ട് തന്നെ അതും ഒരു ഏകീകൃത സ്വഭാവം ഇന്ത്യക്കാരുടെ ഇടയിൽ കൊണ്ടുവന്നു. ദെൻ ഗ്രോത്ത് ഓഫ് ദി മോഡേൺ പ്രസ്സുകൾ, പത്രങ്ങൾ തുടങ്ങിയവയൊക്കെ പ്രിന്റ് ചെയ്ത് വരാൻ തുടങ്ങി. ഒരുപാട് മാഗസിൻസുകൾ, ജേണലുകളൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രസ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്താൻ തുടങ്ങി. അപ്പോൾ ഒരേ സമയം അവിടെ വെസ്റ്റേൺ എഡ്യൂക്കേഷനും വെർണാക്കുലർ ലാംഗ്വേജസ്, അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തദ്ദേശ ഭാഷകളുടെയൊക്കെ ഒരു രൂപീകരണവും അത് എല്ലാവരിലേക്ക് എത്തുകയും എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു വരുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പ്രസ്സും വന്നോട് കൂടിയിട്ട് ന്യൂസ് പേപ്പർ വരുന്നു, ഓരോ അസോസിയേഷൻസ്, ഓരോ ഓർഗനൈസേഷൻസിന്റെ ഭാഗമായിട്ട് ന്യൂസ് പേപ്പറുകൾ വരുന്നു, ആർട്ടിക്കിളുകൾ, ജേണലുകളൊക്കെ വരുമ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്താൻ തുടങ്ങി. അതൊരു വലിയ മുന്നേറ്റമായിട്ട് വന്നു. അപ്പോൾ ഇന്ത്യൻ പ്രസ്. ഇനി നമുക്ക് അടുത്തത് ലോർഡ് ലിട്ടൺ പോളിസീസ്. ലോർഡ് ലിട്ടൺ നമ്മുടെ ഇന്ത്യയിൽ 1876 1880 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു ലോർഡ് ലിട്ടൺ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ 1876 മദ്രാസ് ഭാഗങ്ങളിലൊക്കെ സൗത്ത് ഇന്ത്യയിൽ ഒരു വലിയ വരൾച്ച, ദാരിദ്ര്യമൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. 10 മില്യണിലധികം ആൾക്കാർ അന്ന് മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അപ്പൊ അത്രയധികം ആളുകൾ മരിച്ചു വീഴുന്ന സമയത്ത് ലോർഡ് ലിട്ടൺ ഒന്നും തന്നെ ചെയ്തില്ല. ഈ രൂക്ഷമായ സ്ഥിതി മറികടക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തതുമില്ല. അതേസമയം ഒരു ഡൽഹിയിൽ ഒരു ഗ്രാൻഡ് ദർബാർ തുടങ്ങുകയും അവിടെ സുഖിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആയിരങ്ങൾ മരിച്ചു വീഴുന്ന സാഹചര്യത്തിൽ ദർബാറിൽ ഇരുന്നു കൊണ്ട്
സുഖിക്കുകയായിരുന്നു ലോർഡ് ലിട്ടൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ലിട്ടണെതിരെ ഒരു ജനവികാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലിട്ടൻ്റെ ഇത്തരം കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ലിട്ടൺ വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവരുന്നു 1878. ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെർണാക്കുലർ പ്രസ് ആക്ട് 1878 കൊണ്ടുവരുന്നത് ആരാണ്? ലോർഡ് ലിട്ടൺ ആണ്. ആ വർഷവും ആ ആക്ടും അതുപോലെ തന്നെ ആരാണ് കൊണ്ടുവന്നത്? ഇത് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നു 1878. ഈ പ്രസ് ആക്ട് പ്രകാരം ന്യൂസ് പേപ്പറുകൾ, ജേണലുകൾ എന്നിവയൊക്കെ കണ്ടുകെട്ടാനുള്ള ഒരു ഉത്തരവ് ഈ ഒരു പ്രസ് ആക്ടിൽ ലോർഡ് ലിട്ടൺ കൊണ്ടുവരികയാണ്. അപ്പോൾ പ്രസ്സിന്റെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടും ജനങ്ങൾ ഇതിനെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോർഡ് ലിട്ടന്റെ പ്രവൃത്തികൾ ഒരു ദേശീയതയ്ക്ക് രൂപം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബ്രിട്ടീഷുകാർ തങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് വേണ്ടി സൂഹിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ള തോന്നൽ ഇന്ത്യൻ ദേശീയതയുടെ തുടക്കത്തിന് കാരണമായി എന്ന് പറയാം. ദെൻ ലെഗസി ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857, 1857 ലഹളയോട് സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള തോൽവിയും അതിൽ നിന്ന് ഇന്ത്യക്കാർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു എന്നതാണ്. ദെൻ ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി. ലോർഡ് ഇൽബർട്ട് ബില്ല്, അതായത് 1883 ഇൽബർട്ട് ബില്ല് വരുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്താണ് ഈ ഇൽബർട്ട് ബില്ലിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ജഡ്ജിമാർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻസിനെതിരെയുള്ള കേസുകൾ കേൾക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതൊരു ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു നടപടി വരുന്നത്. ഇന്ത്യക്കാരായിട്ടുള്ള ജഡ്ജിമാർക്ക് യൂറോപ്യൻസ് ചെയ്യുന്ന തെറ്റുകളെ വിലയിരുത്താനും വിധി നിർണ്ണയിക്കാനുമുള്ള അധികാരം കൊടുക്കുന്നതായിരുന്നു ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത് 1853. ഈ ഒരു ബില്ലിനെതിരെ ബ്രിട്ടീഷുകാരുടെ ഇടയ്ക്ക് ഭയങ്കര എതിർപ്പ് വന്നു. ബ്രിട്ടീഷുകാർക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ഇന്ത്യക്കാരെക്കാളും ഉയർന്നു നിൽക്കുന്നവരാണ്, സിവിലൈസ്ഡ് ആണ്, തെറ്റ് ചെയ്യാത്തവരാണ്. നമ്മളെന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്നു നിൽക്കുന്നവരാണ്, ചിന്താഗതി ഉള്ളവരായിരുന്നു ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് തന്നെ നമ്മളെ നന്നാക്കാൻ വന്നു എന്ന് വിചാരിക്കുന്നവരാണ് ബ്രിട്ടീഷുകാർ. അപ്പം അതുകൊണ്ട് തന്നെ ഇൽബർട്ട് ബില്ലിനെതിരെ ബ്രിട്ടീഷുകാർ വളരെ എതിർത്തുകൊണ്ട് വരികയാണ്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു എതിർപ്പ് മനസ്സിലാക്കിയ ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരുടെ ഉള്ളിലുള്ള യഥാർത്ഥ റേഷ്യൽ രീതി, അല്ലെ വർഗീയത എന്താണെന്ന് മനസ്സിലാവുകയാണ്. ബ്രിട്ടീഷുകാരുടെ വംശീയത ഇന്ത്യക്കാർ തിരിച്ചറിയുകയാണ്. അപ്പൊ അതും ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരോട് എതിരെയുള്ള ഒരു മനോഭാവത്തിന് കാരണമായി. അപ്പൊ ഇത്രയുമായിരുന്നു പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെയൊക്കെ ഒരു കാരണങ്ങളായിട്ട് വരുന്ന, അപ്പൊ ഇന്ത്യൻ ദേശീയത വളരാൻ കാരണമായത് എന്തൊക്കെയാണ്? ഒന്ന് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ്, വെർണാക്കുലർ ലാംഗ്വേജസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ദെൻ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ഉണ്ട്, മറ്റെന്താ പറയുക നമ്മുടെ ഇൽബർട്ട് ബില്ലും അതുപോലെ തന്നെ വേറൊന്നാണിത് ലോർഡ് ലിട്ടന്റെ പോളിസീസും, ദെൻ പ്രസ്സിന്റെ ഇൻവോൾവ്മെന്റ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഇൻവോൾവ്മെന്റ്, ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമായിട്ട്, ദെൻ യൂണിറ്റി എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യക്കാർക്ക് വന്നു, ലെഗസി ഓഫ് 1857 റിവോൾട്ട് ഒരു കാരണമായി. മറ്റൊരു കാരണം എന്തായിരുന്നു? നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി തുടങ്ങിയ കാര്യങ്ങൾ. ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു ഇന്ത്യൻ ദേശീയതയ്ക്ക് തുടക്കം കുറിക്കാനുണ്ടായ കാരണങ്ങളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അക്കാലത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, ചില പ്രധാനപ്പെട്ട ഭരണതലത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ഒന്നാമത്തേത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് യൂണിഫൈഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യനെ ഏകീകരിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവർ കൊണ്ടുവരികയാണ്. അതായത് ഒരു കോമൺ സിവിൽ ലോ, ക്രിമിനൽ ലോ, യൂണിഫൈഡ് ആയിട്ടുള്ള സിവിൽ ക്രിമിനൽ ലോസ് കൊണ്ടുവരികയാണ്. ഇന്ത്യയിൽ ജാതി മത അടിസ്ഥാനത്തിലായിരുന്നു ഈ ക്രിമിനൽ സിവിൽ ലോസ് ഒക്കെ നിലനിന്നിരുന്നത്. വളരെ മോശമായിട്ടുള്ള കുറേ നിയമവ്യവസ്ഥിതികൾ ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്നു. അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഏകീകൃത നിയമവ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. ഏകീകൃത ജുഡീഷ്യറിക്ക് അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു വലിയ മാറ്റമായിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ്, ടെലഗ്രാഫ്, റോഡ്, റെയിൽവേ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സുഗമമായി. പക്ഷെ ബ്രിട്ടീഷുകാർ എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത്? അവർക്ക് ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനും
അതുപോലെ തന്നെ ഇപ്പോൾ മദ്രാസ് പ്രസിഡൻസി, ബോംബെ പ്രസിഡൻസി, കൽക്കത്ത പ്രസിഡൻസി, അങ്ങനെ വിവിധ പ്രസിഡൻസിയുടെ കീഴിലാണല്ലോ ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓരോ പ്രസിഡൻസിയിലുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പോസ്റ്റൽ ടെലിഗ്രാഫ് സിസ്റ്റം വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് കുരുമുളക് ബോംബെ മാർക്കറ്റിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വിദേശത്തേക്ക് കടത്തണം. അപ്പോൾ അത്തരം ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്, അതുപോലെ അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ഉൽപ്പന്നങ്ങൾ എത്തിച്ച് ചീപ്പ് മാർക്കറ്റിൽ വിൽക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊരു മാറ്റമായിരുന്നു. പക്ഷേ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറഞ്ഞാൽ ഐഡിയാസ്, ആശയങ്ങളൊക്കെ പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിൻറ്റിംഗ് പ്രസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ്, ജേണലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം, എടുത്തു പറയേണ്ട ഒരു മാറ്റമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് മെഷർ അല്ലെങ്കിൽ പോളിസിയാണ് എഡ്യൂക്കേഷൻ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എഡ്യൂക്കേഷൻ രംഗത്ത് മെക്കാളെ മിനിറ്റ്സ് വന്നു, വുഡ്സ് ഡെസ്പാച്ച് വന്നു. എല്ലാവരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്ന ഭാഗം ആദ്യം മിഡിൽ ക്ലാസ് എഡ്യൂക്കേഷനാണ്. ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നായിരുന്നു ആദ്യകാലത്തുള്ള ലക്ഷ്യമെങ്കിൽ അതുവഴി സാധാരണക്കാരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കാൻ വേണ്ടിയിട്ട് മിഷണറിമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. മിഷണറിമാർ ചർച്ചിനോട്, പള്ളികളോട് അനുബന്ധമായിട്ട് വിദ്യാലയങ്ങൾ തുടങ്ങി, പ്രൈമറി സ്കൂളുകൾ, അതിനോടൊപ്പം തന്നെ പിന്നീട് പ്രൈമറി സ്കൂളുകൾ, സെക്കൻഡറി സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ സ്ഥാപിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് എന്താണ് ബ്രിട്ടീഷുകാർ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത്? അവർ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് ലോയൽ ടു ബ്രിട്ടീഷുകാരോട് വളരെ ലോയലായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിനെ രൂപപ്പെടുത്തിയെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പുതിയ എഡ്യൂക്കേഷൻ സംവിധാനങ്ങളെല്ലാം കൊടുക്കുന്നത്. മെക്കാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ ക്ലാസ് ഓഫ് പേഴ്സൺസ് ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഒപ്പീനിയൻസ്, മോറൽസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇംഗ്ലീഷുകാരെ പോലെ ബുദ്ധിശാലികളും ആയിട്ടുള്ള ജനതയെ സൃഷ്ടിക്കുക. അവർ വളരെ ലോയലായിരിക്കും, ഇംഗ്ലീഷുകാരോട് വളരെ അനുസരണയുള്ളവരായിരിക്കും എന്നാണ് ബ്രിട്ടീഷുകാർ കരുതിയത്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പോളിസി ഓഫ് എക്സ്പാൻഷൻ ആണ്. ബ്രിട്ടീഷ് പോളിസി ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഡൽഹൌസിയും അതുപോലെ തന്നെ വെൽഹൌസിയും ഗവർണർ ജനറലുമായിരിക്കുന്ന സമയത്ത് 1857 മുൻപ് ഒരുപാട് സ്ഥലങ്ങൾ അനക്സ് ചെയ്തിട്ട് കൂടെ ചേർക്കുന്നുണ്ടായിരുന്നു, പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. സിന്ധ്, ഔധ്, ഝാൻസി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. അപ്പോൾ ഇതിനെയാണ് ബ്രിട്ടീഷ് പോളിസി ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, ഈ അനക്സേഷൻ തിയറീസിന്. ദെൻ ഇൻ്റലക്ച്വൽ എവേക്കിംഗ്, മറ്റൊന്നാണ് ഇൻ്റലക്ച്വൽ എവേക്കിംഗ്. അതായത് 19th സെഞ്ച്വറിയോട് കൂടിയിട്ട് ഒരുപാട് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ കേശബ് ചന്ദ്ര സെൻ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, MG റാണ്ഡെ, സർ സെയ്ദ് അഹമ്മദ് ഖാൻ, ഇവരൊക്കെ ഇന്ത്യയിൽ ഒരുപാട് ഇൻ്റലക്ച്വൽ പ്രോഗ്രാംസുകൾ, എന്താ പറയുക, ഇന്ത്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യനെ പുനർചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്. ദെൻ മറ്റൊന്നാണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഈ നാഷണലിസം എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാനുണ്ടായിട്ടുള്ളൊരു കാരണം ഈ റേഷ്യൽ ആയിട്ടുള്ള, വംശീയപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷനാണ്. അതായത് ഇംഗ്ലീഷുകാരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് അവരെന്ന് പറഞ്ഞാൽ ഉയർന്ന വംശജരാണ്, റേഷ്യൽ സുപ്രമസി, അവർ ഉയർന്ന വംശജരും ഇന്ത്യക്കാർ താഴ്ന്ന വംശജരുമാണ്. ആ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ചിന്താഗതി അവരിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിനെ മറികടന്നുകൊണ്ടൊരു ദേശീയത ഇവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ആരുടെ ആവശ്യമായിരുന്നു? ഇന്ത്യക്കാരുടെ ആവശ്യമായിരുന്നു. അപ്പം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? യൂണിഫൈഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, പ്രിൻറ്റിംഗ് പ്രസ്, ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം, ബ്രിട്ടീഷ് പോളിസി ഓഫ് എക്സ്പാൻഷൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള എന്തെന്ന് പറയുക അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമായിരുന്നു. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഒരു ദേശീയത, നാഷണലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരാൻ കാരണമായതിൻ്റെ കാരണങ്ങളും പറഞ്ഞു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് എന്തൊക്കെയായിരുന്നു എന്നും പറഞ്ഞു. ഇത്രയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.